വിധി പകർപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല. നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കോടതി തുറന്ന കോടതിയിൽ നടത്തിയ വാക്കാൽ അഭിപ്രായ പ്രകടനങ്ങൾ അതിന് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. ABC കൂടുതൽ ശക്തമായി കാര്യക്ഷമമായി നടപ്പാക്കണം എന്നതാണ് പറഞ്ഞതായിട്ട് കണ്ട ഒരു കാര്യം. അതുപോലെ സ്റ്റെറിലൈസേഷൻ, വാക്സിനേഷൻ ഇത് ശക്തമായി നടപ്പാക്കണം എന്നതാണ്. അതെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് കോടതിയിൽ ഉണ്ടായത് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് കേരളത്തിന്റെ അഫിഡവിറ്റ് കോടതി സ്വീകരിച്ചു. അഫിഡവിറ്റിൽ നമ്മൾ ഇതുവരെ സ്വീകരിച്ച നടപടികൾ എന്തെല്ലാമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളുമാണ് ഈ കാര്യത്തിൽ നമ്മൾ നേരിടുന്നത് എന്ന് അഫിഡവിറ്റിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. കേരളത്തിന്റേതുൾപ്പെടെ 9 സംസ്ഥാനങ്ങളുടെ അഫിഡവിറ്റ് ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇതാണ് ലഭ്യമായിട്ടുള്ള വിവരം. അതിനപ്പുറം ഈ വാക്കാൽ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കോടതി വിധിയിൽ വന്നതായിട്ട് ഇതുവരെ അറിവില്ല. അതെ, അത്തരത്തിലുള്ള ചില വാർത്തകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട്. അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത്. കാരണം തെരുവ് നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക? ഇപ്പൊ കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ്. ഇവിടെ നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ്. അപ്പോഴെങ്ങനെയാണ് ഈ തെരുവ് നായ്ക്കളെക്ക് വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക? ABC കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം, ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇപ്പൊ അത്തരമൊരു കാര്യമാണ് സംസ്ഥാനത്തോട് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരും ആവശ്യപ്പെടുന്നെങ്കിൽ കേരളം എന്തായിരിക്കും കോടതിയിൽ അറിയിക്കുക? അല്ല, അത് ആവശ്യപ്പെടുമ്പോൾ പറയാം. നമ്മളിപ്പോ അഫിഡവിറ്റിൽ നമ്മുടെ കുറെ ബുദ്ധിമുട്ടുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരിടുന്ന പ്രയാസം നമ്മളിപ്പോ ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പ്രായോഗികമായി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. അത് കോടതി സ്വീകരിച്ചിട്ടുണ്ട്, അഫിഡവിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കോടതിയിൽ നിന്ന് പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഡയറക്ഷൻ ഉണ്ടായിട്ടില്ല. നിലവിലുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. വേറെ കാര്യം, ഈ പാലക്കാട് MLA-ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം തെരുവ് പട്ടിയുടെ പ്രശ്നം കഴിഞ്ഞില്ലേ?